എല്ലാ സംവിധാനങ്ങളും നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ സാധാരണഗതിയിൽ ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത്തവണ വനിതകൾ കൈയടക്കും. ആ ദിവസം നഗരം മുഴുവൻ വനിതകൾ കൈയടക്കും. അതെ, അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിൽ സാധാരണ വനിതാ പോലീസുകാരെയൊക്കെ കൂടുതലായി വിന്യസിക്കാറുണ്ട്. ഇത്തവണ ഫയർഫോഴ്സിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഫയർഫോഴ്സിന്റെ വനിതാ ബാച്ചും ഇത്തവണ പൊങ്കാലയുടെ ചാർജിലേക്ക് വരുന്നുണ്ട്. 40ഓളം വനിതാ ഉദ്യോഗസ്ഥരാണ് പൊങ്കാല ദിവസം വരെ ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടാകുക. പൊങ്കാലയ്ക്ക് സുരക്ഷ ഒരുക്കാൻ 1000-ലധികം വനിതാ പോലീസുകാരെയും നിയോഗിക്കും. ആദ്യമായി ഫയർ ആൻഡ് റെസ്ക്യൂവിലെ വനിതാ ഉദ്യോഗസ്ഥർ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമാകുന്നു. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പോലീസ് സേനയിലെ വനിതാ ഉദ്യോഗസ്ഥരും സേവന സന്നദ്ധരായി ഒപ്പമുണ്ട്. ആദ്യഘട്ടമായി തിരുവനന്തപുരത്ത് നിന്നുള്ള വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 33ഓളം ജീവനക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിൽ 5ഓളം വനിതാ ഉദ്യോഗസ്ഥരാണുള്ളത്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് പിന്നെ സ്ത്രീകളുടെ ശൗര്യലാണല്ലോ. വനിതകളുടെ പ്രാതിനിധ്യം കൂടുതലായതുകൊണ്ട് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ പൊങ്കാലയുടെ അന്ന് തലേദിവസവും ഇവിടെ നിയോഗിക്കും. പൊങ്കാലോത്സവവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ 40-ലധികം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ ഉദ്യോഗസ്ഥർ സേവന സന്നദ്ധരായി കഴിഞ്ഞു. 2 സെക്ടറുകളായി തിരിഞ്ഞാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പ്രവർത്തിക്കുന്നത്. പൊങ്കാലയുടെ തലേ ദിവസം മറ്റ് വനിതാ ഉദ്യോഗസ്ഥർ എത്തിച്ചേരും. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഇത്രയും നാൾ നമ്മളിവിടെ തൊഴാനും പൊങ്കാലയിടാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമാണുള്ളത്. നമുക്ക് കൂടുതലായിട്ട് ഡ്യൂട്ടി ഇപ്പോൾ ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ആ ഭാഗത്താണ് ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത്. അവിടെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 2 കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക കൺട്രോൾ റൂമും സജ്ജമാക്കി കഴിഞ്ഞു. 179 CCTV ക്യാമറകൾ, 44 ഫയർ റെസ്ക്യൂ എഞ്ചിനുകൾ, ഹൈ പ്രഷർ പമ്പിംഗ് യൂണിറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. പൊങ്കാല മഹോത്സവത്തിനിടയ്ക്ക് കാണാതാകുന്ന ആളുകളെ കണ്ടെത്തുന്നതിനും മെഡിക്കൽ എമർജൻസികൾ നേരിടുന്നതിനും പ്രത്യേക യൂണിറ്റുകളും ക്ഷേത്ര പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.